ഹായ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പായസം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, ഒരു 8 ചക്കച്ചോളയുണ്ട്, കശുവണ്ടി, തേങ്ങാക്കൊത്ത്, 1 പാല്, രണ്ടാം പാലും 3 പാലും കൂടി മിക്സ് ചെയ്ത്, ശർക്കര, ഏലക്ക, ജീരകം പൊടിച്ചത്. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കാം. ഇനി ഗോതമ്പൊടിയിൽ കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല ലൂസിൽ വേണം മിക്സ് ചെയ്യാൻ. 2 പാല് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതില്ല, അത് വേണം ഒഴിച്ചു കൊടുക്കാൻ. 1 പാല് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ശർക്കര ഏകദേശം ഉരുക്കി വരുന്നുണ്ട്. ശർക്കര നന്നായിട്ട് ഉരുക്കി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ചക്ക ഉരുകളഞ്ഞ് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. ബാക്കിയുള്ള 2ാമത്തെ പാല് നമുക്ക് ചക്കയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ലൂസിൽ തന്നെ അരച്ചെടുക്കുക. പായസം ഉണ്ടാക്കാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. ഇനി കശുവണ്ടി, തേങ്ങാക്കൊത്ത് ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം. എള്ള് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മുന്തിരി ഞാൻ ഇടുന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കഴിക്കാം. ഇപ്പോൾ നമ്മുടെ കശുവണ്ടിയൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തൽക്കാലം ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഉരുളിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്ന ചക്ക ഒഴിച്ചു കൊടുക്കുക. നല്ല ലൂസിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനിയാണ് സൂക്ഷിക്കേണ്ടത്. നമുക്ക് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇപ്പോൾ ചക്ക നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പായസം കുറുകി വരുമ്പോഴേക്കും നമുക്ക് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഏലക്ക, ജീരകം ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം തിളച്ച് പൊട്ടുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. കണ്ട, പായസം നല്ലോണം തിളച്ച് പൊട്ടുന്നുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട് ഇപ്പോഴേ. നല്ലവണ്ണം പായസം കുറുകി വരുമ്പോഴേക്കും മാറ്റി വെച്ചിരിക്കുന്ന 1 പാൽ ഒഴിച്ചു കൊടുക്കുക.
ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, തേങ്ങാക്കൊത്ത്, എള്ള് എന്നിവ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പായസം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.